സത്യം ഓല് കേസ് കൊടുക്കും. സത്യം ഫോണിൻ്റെ കയ്യിലുണ്ടല്ലോ, സത്യം സത്യം പോലെ പറയും. കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? അതിന് മുമ്പേ എനിക്ക് ഞാൻ വേണോ ആദ്യം പറ. സിമ്പിളായിട്ടുള്ള ചോദ്യം, സിമ്പിളായിട്ടുള്ള ഉത്തരം. എനിക്ക് ഞാൻ വേണോ പറയേ. ഓ വേണ്ട. എത്ര വട്ടം, എവിടെ വെച്ചിട്ട്? അല്ലെങ്കിൽ ഞാൻ തല്ലും. പറയും. മിനിയാന്ന് പോയിനാ? യെസ് ഓർ നോ? ഉറപ്പാണ്? പോയിക്കണോ ഇല്ലേ? പോയി. എവിടെ വെച്ചിട്ട്? തൃശ്ശൂർ. ഏതിലോടിച്ചു? അവൻ കൊണ്ടേതാണ് എന്നെ. ഏതിലോടിച്ചെന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയില്ല. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പ്രവാസിയായ ജയ്സലിന്റെ ഭാര്യ ഷഹല ഷെറിൻ എന്ന് പറയുന്ന ബാലുശ്ശേരിക്കാരത്തിയുടെ ഒളിച്ചോട്ടത്തിന് ശേഷം ഇതാ വീണ്ടും മറ്റൊരു ഒളിച്ചോട്ടം. അതും പ്രവാസിയായ യുവാവിന്റെ ഭാര്യ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് സങ്കടം. ഏതായാലും ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ആ കൈകൊണ്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയതിനു ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. വളരെ സങ്കടം നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ പറയുകയാണ്, എല്ലാ പ്രവാസികളുടെ ഭാര്യമാരും ഞാൻ ഒരിക്കലും പറയില്ല. ചില പ്രവാസികളുടെ വൃത്തികെട്ട കാമക്കണ്ണുകൾ കൊണ്ട് മാത്രം സ്വന്തം കുട്ടികളുടെയും അതുപോലെ തന്നെ ഭർത്താവിനെയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാണുന്ന സുഖത്തിനു വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഇത്തരം വൃത്തികെട്ട സ്ത്രീകളെ തീർച്ചയായിട്ടും ഞാൻ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. അത് എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾ എത്രമാത്രം എന്നെ തെറി പറഞ്ഞാലും തീർച്ചയായിട്ടും ഇത് ലോകം കാണണം. നാളെ ഇനി ഒരു സഹോദരിക്കും ഇത്തരത്തിൽപ്പെട്ട ഒരു ഗതികേട് അല്ലെങ്കിൽ ഒരു വൃത്തികേട് വരാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഭർത്താവ് ഈ സഹോദരിയുടെ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ടിട്ട് അവരുടെ ചാനലിൽ കൂടി തന്നെ അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ ജനങ്ങളെ അറിയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം ശരിയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് സഹോദരിമാർ തീർച്ചയായിട്ടും ഒളിച്ചോടാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുന്ന ചില സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് ഇതൊരു പാഠമാകണം. കാരണം ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പുറം പച്ച എന്ന് തോന്നും. അപ്പുറം പോകുമ്പോഴാണ് അവിടുത്തെ ശരിക്കുള്ള ഒരു അവസ്ഥ മനസ്സിലാവുക. ഷഹലക്ക് അത് തന്നെയാണ് സംഭവിച്ചത്. ഇറങ്ങിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെയാണ് സുഖം, അവനാണ് ഏറ്റവും നല്ലവൻ എന്ന് വിചാരിച്ച് അവിടെ പോയപ്പോഴാണ് അവൻ്റെ കഥകളും അതുപോലെ തന്നെ അവൻ്റെ കയ്യിലിരിപ്പുകളും എല്ലാം ആ സഹോദരിക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. തമിഴ്നാട്ടിൽ പോലും ഒരു സ്ത്രീയെ വഞ്ചിച്ചിട്ടാണ് ആ ചെറുപ്പക്കാരൻ ഈ ഒരു സഹോദരിയെയും കൊണ്ട് മുങ്ങിയത്. നിങ്ങൾ ആലോചിക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ പോയ ഫസൽ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഭാര്യയും 2 മക്കളുമുണ്ട് എന്നുള്ളതും അതിലും സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. എന്നിട്ട് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അതിന് കാമുകന് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുക, അതുപോലെ തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക, വണ്ടിക്ക് പെട്രോൾ അടിച്ച് കൊടുക്കുക, അതുപോലെ തന്നെ വൃത്തികേടിന് പോകാൻ വേണ്ടിയിട്ട് റൂം എടുക്കുന്നതിൻ്റെ വാടക കൊടുക്കുക. ഇത്രയും വൃത്തികെട്ട സ്ത്രീകളെയൊക്കെ 100% നമ്മൾ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾ എത്രമാത്രം എന്നെ തെറി പറഞ്ഞാലും തീർച്ചയായിട്ടും എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ആമുഖമായിട്ട് പറയുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2 വീഡിയോ ഉണ്ട്, ഏതാനും കുറച്ച് ലെങ്തിയായ വീഡിയോകളാണ്. നമുക്കത് തീർച്ചയായിട്ടും കാണണം. കാരണം ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ പൊതുജനങ്ങൾ അറിയണം. ഇവരുടെ മുഖങ്ങൾ തീർച്ചയായിട്ടും കാണപ്പെടുക തന്നെ ചെയ്യണം. കാരണം നാളെ സമൂഹത്തിലൂടെ നടന്നു പോകുമ്പോൾ ഈ സ്ത്രീ ഇത്തരത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവണം. അതിനുവേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പോകാം വീഡിയോയിലേക്ക്. നമുക്ക് കാണാം 2 വീഡിയോ. സത്യം ഓല് കേസ് കൊടുക്കും. സത്യം ഫോണിൻ്റെ കയ്യിലുണ്ടല്ലോ, സത്യം സത്യം പോലെ പറയും. കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? അതിന് മുമ്പേ എനിക്ക് ഞാൻ വേണോ ആദ്യം പറ. സിമ്പിളായിട്ടുള്ള ചോദ്യം, സിമ്പിളായിട്ടുള്ള ഉത്തരം. എനിക്ക് ഞാൻ വേണോ പറയേ. ഓ വേണ്ട. അപ്പം ഞാൻ പറഞ്ഞോ, വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണ്ട. ഓക്കെ, ഓനും വേണ്ട, ഞാനും വേണ്ട. ഇതുവരെ എന്നായിട്ട് റിലേഷൻ ആയിരുന്നോ? എൻ്റെ കയ്യിൽ നിന്ന് 40-43 രൂപ വാങ്ങിനോ? എന്നെ സ്നേഹിച്ചതിനെ കൊണ്ടല്ല എൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിയേ, എൻ്റെ ചിലവൊക്കെ നോക്കിയേ ആണോ? എത്ര വട്ടം എൻ്റെ കൂടെ കിടന്നു പറ. ഈ ഫസലിൻ്റെ വട്ടം എത്ര വട്ടം കിടന്നു? 3-4 വട്ടം. എവിടെ വെച്ചിട്ട്? ഇനി പേടിപ്പിച്ചിട്ട് പറയിക്കും എന്നൊക്കെ പറയും. അതൊക്കെ എൻ്റെ കാര്യം. എവിടെ വെച്ചിട്ട്? പെരിന്തൽമണ്ണ. ഏത്? ഈ അന്ന് പോയ ലോഡിച്ചാണോ? പിന്നെ ഏത് ലോഡിച്ച്? ഏത് ലോഡിച്ച് പറയടി. ഇതുപോലെ കേസ് കൊടുക്കും. കാരണം ആ ഞൊണ്ടി സപ്പോർട്ടാണ്.
പിന്നെ നീ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വേണ്ടിയത് അങ്ങനെയല്ലോ. ഇത് പറ, എത്ര വട്ടം, എവിടെ വെച്ചിട്ട്? അല്ലെങ്കിൽ ഞാൻ തല്ലും. പറയും മിനിയാന്ന് പോയിനാ? യെസ് പറഞ്ഞോ? ഉറപ്പാണോ? ഉറപ്പാണ്? ഉറപ്പാണോ? മിനിയാന്ന് പോയിനോ ഇല്ലേ? പോയിക്കണോ ഇല്ലേ? പറയേ, മിനിയാന്ന് പോയിക്കണോ ഇല്ലേ? പോയി. എവിടെ വെച്ചിട്ട്? തൃശ്ശൂർ. ഏതിലോടിച്ചു? അവൻ കൊണ്ടുപോയതാണ് എന്നെ. ഏതിലോടിച്ചെന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയില്ല എനിക്ക്. ഓനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഓൻ്റെ കൂട്ടുകാർ പറഞ്ഞ വോയിസ് നീ കേട്ടില്ലേ? ഓൻ്റെ പണി ഏതാണെന്ന് കേട്ടില്ലേ? എൻ്റെ നെക്സ്റ്റത്തെ പണി നോക്കിയവനല്ലേ? എല്ലാ എവിഡൻസും തന്നില്ലേ? ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞെന്താണ്? എന്നെ തല്ലണ കേട്ടിട്ട് അവൻ പറഞ്ഞെന്താണ്? ഈ എന്താ ചെയ്തു? ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടി? എൻ്റെ 43,000 റുപ്യ 2 കൊല്ലത്തോളം ആവാനായില്ല അല്ലേ? നമ്മൾ ഈ 2 കൊല്ലം എന്നെ കൂടെ ഒന്ന് ചതിച്ചു. കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാണ് എന്നോട്, എനിക്ക് ഓനെ വേണോ ഈ പൊയ്ക്കും. എന്നിട്ടും എൻ്റെ കൂട്ടുകാർക്ക് വിളിച്ചിങ്ങാണ്ട് ഓനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, വാങ്ങിച്ചു കൊടുക്കണം. ഓൻ്റെ കൂടെ മെഞ്ഞാന്ന് പോയി കിടന്നിട്ടും അല്ലേ? അപ്പം ഇജ്ജ് പറയാം, എനിക്ക് കാമത്തിൻ്റെ പ്രശ്നമാണ്. എന്താണ് എൻ്റെ പ്രശ്നം? പറ, ഇജ്ജെന്നെ പറ. എനിക്ക് എൻ്റെ പ്രശ്നം എന്താണ്? കാമാണോ? എൻ്റെ വീട്ടിൽ നിന്നൊക്കെ അടിച്ച് പുറത്താക്കിയല്ലേ ചാടി പോയിട്ട്? എല്ലാം അറിഞ്ഞിട്ട് എന്നെ സ്വീകരിച്ചില്ല ഞാൻ, കല്യാണം കഴിയാത്ത ഞാൻ. അപ്പം എൻ്റെ പ്രശ്നം എന്താണ്? കാമം. പറയാനുള്ള അവസരങ്ങളാണിത്. ഫസലിന്റെ കൂടെ സെക്സ് ഇല്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സംസാരിക്കും, യാത്രയും. അതാണ് അതിൽ സെക്സും ഇതിനല്ലേ നമ്മള് പറയണ ബെഡിന്ന്. ഇത് പറയ്, ഇതോന്റെ നാട്ടിൽ എല്ലാവർക്കും കിട്ടും. എൻ്റെ ഏട്ടനിക്ക്, എൻ്റെ അമ്മക്ക്, എൻ്റെ കുട്ടിയുടെ കാണും. എന്നെ നീ തല്ലൂല. എനിക്ക് വേണ്ടിയൊക്കെ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കണം. എൻ്റെ FB തന്നെ അത് പോസ്റ്റും. കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കണം ലതീഷ. വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ ജീപ്പിൽ ഇപ്പോൾ എത്ര പൈസ ഉണ്ട്? സത്യം പറയാം, അപ്പം നോക്കും. പറയും. അതിൽ കൂടുതലുണ്ടെങ്കിൽ ഫസല് പൈസ നീ തോന്നി എനിക്ക്? ഉറപ്പൊന്നുമില്ല, ഞാൻ ചെക്ക് ചെയ്യും. GP ഒക്കെ എല്ലാം ചെക്ക് ചെയ്യും. വീഡിയോ എടുത്ത് ഒക്കെ ചെക്ക് ചെയ്യും. പൈസ നീ അയച്ചാ? ഉറപ്പ് അയച്ചിട്ടില്ല. തിരിച്ചു കൊടുത്ത കയ്യിലുണ്ടാവല്ലോ? ഉണ്ടാവില്ല? തിരിച്ചു കൊടുത്താൽ ഉണ്ടാവോ? അയച്ചു കൊടുത്ത് എവിഡൻസ് ആണിത്. ഉണ്ടാവോ? പറയും. തുറക്ക്. ഓഫായല്ല. അപ്പോൾ ഇദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു ചോദ്യം തീർച്ചയായിട്ടും അനാവശ്യമായ ഒരു ചോദ്യമാണ്. ആ സഹോദരിയോട് ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ വേണോ ഇനി ഫസൽ വേണോ എന്നുള്ളൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. കാരണം നിങ്ങളെ വഞ്ചിച്ചിട്ട്, നിങ്ങളുടെ മക്കളെ വഞ്ചിച്ചിട്ട്, നിങ്ങളുടെ കുടുംബത്തെ വഞ്ചിച്ചിട്ട്, ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൃത്തികെട്ട ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം വഞ്ചിച്ചിട്ട്, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് പോലും ഞാൻ അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ട് കിടപ്പറ പങ്കിടുന്ന സ്ത്രീയോട് ഇനി ഞാൻ വേണോ അല്ലെങ്കിൽ കാമുകൻ വേണോ എന്ന് അവരോട് ചോദിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം നിങ്ങൾ വിട്ടുകളയണം. ഇത്തരത്തിൽപ്പെട്ട സ്ത്രീകൾക്കൊന്നും മാപ്പ് കൊടുത്ത് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇന്നല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചു, നാളെ ഫസലിനെയും ചതിക്കും, മറ്റന്നാൾ മറ്റൊരുത്തനെയും ചതിക്കും. കാരണം ആദ്യം കക്കാൻ പോകുന്ന സമയത്ത് മാത്രമേ പേടി ഉണ്ടാവൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്ര മാത്രമേ ഉള്ളൂ, എൻ്റെ ഭർത്താവ് ഇത് സഹിച്ചുകൊള്ളും, എന്നെ വീണ്ടും സ്വീകരിച്ചു കൊള്ളും എന്നുള്ള ഒരു മനസ്സിൽ അത്തരത്തിലുള്ള ഒരു പ്ലാനിങ് ഉണ്ടാകും. പിന്നെയും അവർ ആ തൊഴിൽ ചെയ്ത് കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരിക്കലും നിങ്ങളിതൊന്നും പൊരുത്തപ്പെട്ട് കൊടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട. ഇത്തരത്തിലുള്ള
സ്ത്രീകൾ തീർച്ചയായിട്ടും സമൂഹത്തിൽ നാറുക തന്നെ വേണം. കാരണം ഇതൊക്കെ ആ നാട്ടുകാരും സ്വന്തം ഉമ്മയും ഉപ്പയും അടക്കമുള്ള സമൂഹം കണ്ടിട്ട് തീർച്ചയായിട്ടും കാർക്കിച്ച് തുപ്പുന്ന ഒരവസ്ഥ ആ സഹോദരിക്ക് വന്നാൽ മാത്രമേ അവർ പഠിക്കുകയുള്ളൂ. ഇതൊക്കെ ഇനി ഇതിൻ്റെതായ വരുന്ന പോകുന്ന കമൻറ്റുകൾ എന്താണെന്ന് എനിക്കറിയാം. ആ സഹോദരിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി, ആ തെറ്റങ്ങോട്ട് പുറത്തു കൊടുത്താൽ പോലെ മനുഷ്യന്മാരല്ലേ, തെറ്റ് പറ്റില്ലേ എന്നൊക്കെ ചോദിക്കും. ഇതൊന്നും തെറ്റല്ല, പച്ച തോന്നിവാസമാണ്. ഇനി അദ്ദേഹം പുറത്തു വിട്ട രണ്ടാമത്തെ വീഡിയോ തീർച്ചയായിട്ടും നമുക്കൊന്ന് കാണാം. പെണ്ണാണ്, ഞാൻ ആണാണ്, രണ്ടും വ്യത്യാസമുണ്ട്. നാളെ എനിക്കിതിൽ കാരണം എല്ലാ തെറ്റും ഈ ചെയ്തും കണ്ട് നാളെ എനിക്ക് ഓൻ്റെ കൂട്ട് പിടിച്ച് കണ്ട് ഓൻ്റെ വീട്ടിൽ ഞാൻ പ്രശ്നമാക്കും. അപ്പോൾ ഓൻ്റെ കൂട്ട് പിടിച്ചും കണ്ട് എൻ്റെ അമ്മൻ്റെ നമ്പർ വരെ എനിക്ക് അയച്ചു കൊടുത്താൽ എനിക്കത് തിരിയാണ്ടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോൻ്റെ വാപ്പക്ക് എൻ്റെ വോയിസ് അയച്ചു കൊടുത്ത് പറഞ്ഞ് ഓൻ്റെ വാപ്പ പറഞ്ഞാണ് എന്നോട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പറയിപ്പിക്കണതാണ് എല്ലോന്ന്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവായിട്ടാണ്. പറഞ്ഞോ വയനാട് എന്താ സംഭവം പറയടി. പാലക്കാടോ? പാലക്കാടാണ് വർക്ക് ചെയ്യുന്നത്. ഈ 3 ദിവസം ഭർത്താവിന് തലേ ദിവസം തൃശ്ശൂർ പോയില്ലേനോ? അത് ആര് റൂമാണോ? ലോഡ്ജായിരുന്നു അത്? ഫസലിൻ്റെ കൂടെ തൃശ്ശൂർ ഉണ്ടായിരുന്നോ? അതാരെ? ഈ നോക്കണ്ട, എല്ലാം എന്നെ കൂടെ തത്ത ഉറപ്പിക്കാനും പറയിപ്പിക്കും. ഈ നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഈ ചെയ്ത തെറ്റാണ്. അത് ലോഡ്ജായിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വീടായിരുന്നോ? ലോഡ്ജാണോ? പക്ഷെ ലോഡ്ജിനെ മാറില്ലല്ലോ കണ്ടിട്ട്. ഡബിൾ കട്ടിലാന്ന് ഈ ഫോട്ടോ എനിക്ക് കാണിച്ചപ്പോൾ മനസ്സിലായി. ആ ഓനിക്ക് എങ്ങനെ അവിടെ ഇത് കിട്ടിയേ? ഓനെ അതിൻ്റെ മുമ്പ് വർക്ക് ചെയ്തേനെ അവിടെ? എന്നോട് എന്താ പറഞ്ഞ അവിടെ ഇറങ്ങാനോ? കാരണം ആദ്യം ഇയാണ് എത്തിയത് അവിടെ അല്ലേ? ആദ്യം ഇയാണ് അവിടെ എത്തിയത്. ഓൻ രാവിലെ വന്നതാണ് വണ്ടി എടുത്തിട്ട്. പറയേ, ആ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് വീഡിയോ കോൾ ചെയ്തപ്പോൾ എടുത്താൽ ഓനുണ്ടായിരുന്നോ? കള്ളം പറഞ്ഞ സ്വഭാവം മാറും. ഉണ്ടായിരുന്നോ ഇല്ലേ? പറ കുട്ടിയ ഉണ്ടായിരുന്നോ? ഇവൾക്ക് ഗൾഫിനെ വീഡിയോ കോൾ ചെയ്ത് അപ്പോൾ ഇവള് റെയിൽവേ സ്റ്റേഷനിൽ ഹർത്താൽ കഴിഞ്ഞില്ലേനോ? അപ്പോൾ ആരുമില്ല, തൊട്ടടുത്ത് കാമുകനാ. ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ അവസ്ഥ. എനിക്കറിയാം, ഞാൻ അവിടെ വന്നിട്ട് പച്ചത്തെറി പറഞ്ഞിട്ട് ഞാൻ പണിയിലാണ്. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തോ നെഗറ്റീവ് ഉണ്ട്, ഞാൻ റൂം റെഡിയാക്കണ്ട പറഞ്ഞു. ഞാൻ ഓള് റൂം റെഡിയാക്കത്താണ്. എനിക്ക് എന്തോ നെഗറ്റീവ് അടിച്ചിരിക്കണം. റൂം റെഡിയാക്കി എൻ്റെ ചെല്ലിൽ ഓൾ നിൽക്കുകയും ചെയ്യും. ഓൻ ഇവിടെ രാവിലെ വന്നിട്ട് ഓൻ്റെ കൂടെ പോവുകയും ചെയ്യും. എന്തില്ലേ അതിനെ കൊണ്ട് എന്നെ മാറ്റി നിർത്തി. ഓൾ എവിടെയൊക്കെ പോകണം നോക്കട്ടെ വെച്ചിട്ട്. ഓള് ഞാൻ വിചാരിച്ച പെരിന്തൽമണ്ണ ആയിരിക്കും, പക്ഷെ ഓള് നേരെ തൃശ്ശൂർ പോയി. അതിൻ്റെ 2 ദിവസം മുമ്പ് ഇവള് ലോഡ്ജിൽ നിന്നീനു. പെരിന്തൽമണ്ണ ലോഡ്ജിലായിരുന്നോ? പെരിന്തൽമണ്ണ ആയിരുന്നോ? ഓക്കെ ആ ഓക്കെ. എന്നാ ഇല്ല ഈ പറഞ്ഞോ എവിടെ? ആ ഓ നാളെ രാവിലെ ഇന്റർവ്യൂ ഉള്ളതിനോണ്ടോ ഇങ്ങനെ പോവാണ് എന്നിട്ട് പിന്നെ നാളെ എത്തുള്ളൂ എന്നുള്ളത് അതിന്റെ ടൈമും കാര്യങ്ങളും. ഇന്ന് ഇറങ്ങുന്ന ടൈം പോകാൻ പറ്റും. കണ്ടിട്ടുണ്ടാവില്ലാണ് ഫേസ്ബുക്ക് വെച്ചത് അല്ലേ? മക്കളൊക്കെ പുറത്തും വേണ്ടിയില്ല, അതിൽ എഴുതി വെക്കണം. ഫോൺ വെച്ച് പറഞ്ഞാലും മാഡം ഞാൻ ഗൾഫിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് കൂടെ ചോദിക്കും. എഴുതി വെച്ചോട്ടോ, ഓളെ അവിടെ ഇറക്കി വിടും. ഫോണിൻ്റെ അടുത്തേക്ക് ഒരു ടൈം പറയും, 1 മണിക്കൂർ കൊണ്ട് എന്താക്ക് എഴുതി വെച്ച് എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുത്തോ. ഞാൻ നിന്നില്ലേ കാർ നിർത്തിയേ 1 മണിക്കൂർ എന്നെ എപ്പോഴാണ് ഇറക്കുന്നത് കറക്റ്റ് 1 മണിക്കൂറാകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. ഞാനൊന്ന് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വരും. ഓക്കെ അല്ല, എനിക്ക് പൈസ കിട്ടാണ്ട് എന്നെ വിടൂല മോളെ. അതിങ്ങനെ എൻ്റെ ബാപ്പ എൻ്റെ അമ്മ അറിഞ്ഞാലും ഞാൻ പൈസ കിട്ടാണ്ട് ഞാൻ വിടൂല. എന്നെ തല്ലാനോ കൊല്ലാനോ നിൽക്കൂല. നേരത്തെ തല്ലിയത് ഓൻ്റെ വർത്താനം കൊണ്ടാണ്. അയ്യ കേട്ടല്ലോ, ഓൻ്റെ വൈഫ് പറയാണ് എൻ്റെ അക്കാക്ക് ഓളെ കൂടെ പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എനിക്കെന്താ പ്രശ്നമാണ്. ഞാൻ ടാണ്ട എനിക്കൊരു പ്രശ്നമില്ല, ഇതാ ഓക്കെ ഞാൻ കൊടുക്കണമെങ്കിൽ തല്ലാണ്. ഓൻ എന്താ ഞാനതാ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ കാട്ടിക്കോളും. ഓക്കെ എൻ്റെ ആരെയും എന്നെ കള്ളവടി വെക്കാൻ പറ്റുന്നോ? എൻ്റെ ഞാൻ ആരെയിരുന്നു? അല്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം പെണ്ണും കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ച് എന്നെ ഇങ്ങനെ കീപ്പായിട്ട് കൊണ്ടെടുക്കുന്നതാണ്. എൻ്റെ ആരെയും ഞാൻ. അപ്പോൾ അതൊക്കെ വിട്ട് നഷ്ടം എനിക്ക് തന്നെയാണ്. എനിക്കിപ്പോൾ സമാധാനമുണ്ട്. ഇനിയെങ്കിലും എനിക്ക് അവിടെ പോകുമ്പോൾ സമാധാനത്തോടെ ജീവിക്കാനോ. എന്നെ ഇങ്ങനെ 24 മണിക്കൂർ ഓൺലൈൻ ഉണ്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എനിക്ക് ജയിക്കണം.
എനിക്ക് ആ പൈസ വാങ്ങണം, അല്ലെങ്കിൽ ഞാൻ ഓൻ്റെ ഇടയിലും പൊട്ടനായി പോകും, ഈ ഫസലിൻ്റെ ഇടയിലും പൊട്ടനായി പോകും. ഇനി ഓന് തീറ്റി പോറ്റെ തന്നെ ഒരാളെ അണ്ടറിൽ നിൽക്കും. അത് കല്യാണം കഴിയട്ടെ, കിളവനാവട്ടെ, ആരാവട്ടെ, അതൊക്കെ നോക്കും. അത് ഓള് കൊടുക്കേണ്ടി കൊടുത്താലും ഒക്കെ നോക്കും. അത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ നോക്കുക, അതൊക്കെ നോക്കടി. ഇതിന് മുമ്പ് അറിഞ്ഞതല്ലേ? അപ്പൊ അതെന്തായാലും അവിടെ പ്രശ്നമാവും. ഇതുവരെ ഓന്റെ വൈഫിനോട് പല നുണകളും പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചു നിന്നത്. പക്ഷെ വൈഫ് സമ്മതത്തോടെ, കാരണം ഓക്ക് പറ്റാത്ത കാര്യങ്ങൾ വേറൊരു പെണ്ണിലൂടെ. ഏതൊരു പെണ്ണായിക്കോളും, ഇപ്പൊ ഞാൻ എന്റെ വിദ്യാഭ്യാസം വേറൊരു പെണ്ണിന് കൂടെ കാണാൻ ഒരിക്കലും എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു കാര്യമില്ല. പക്ഷെ എന്തോ ചിലപ്പോ അതായിരിക്കാം. എനിക്ക് പ്രശ്നമില്ല. അതെന്താ വെച്ചാൽ എന്റെ ഹസ്ബൻഡ് എന്നോട് വന്നിട്ട് പറയണേ, അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണെന്ന് അറിയുമ്പോ ഞാൻ ആ ഒരു സത്യത്തിന് മുകളിലേക്ക് ഞാൻ മൂപ്പരെ വിശ്വസിക്കുന്നത്. മൂപ്പര് എന്നോട് നുണ പറയുന്നില്ല ഉള്ളതില്. ഇപ്പൊ ഈ അയച്ചു കൊടുത്ത തെളിവുകൾ ഓന്റെ വാക്ക് എന്തായാലും വീട്ടിലിത് കാണിക്കാണ്ടിരിക്കൂല. പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞു ഓന്റെ വൈഫ് ഇങ്ങനെയാണ് സംസാരിച്ചത്. അപ്പൊ ഓളെ നായിക. പക്ഷെ അതല്ല, ഈ പാത്തൂന്ന് അടിച്ച ഇത് ആയതാണ് ലതീഷ? അതൊന്ന് പറഞ്ഞോണ്ടാ. ഇത് ഫസലിന്റെ നമ്പറാണോ? അതെനിക്ക് പറഞ്ഞോണ്ടാ. അത് കറക്റ്റ് പറയണം. ആരാണത്? ഫസലാണോ? ഫസലാണോ? അല്ലെങ്കിൽ എനിക്ക് അതൊരു ക്ലാരിറ്റി വരുത്തണം. ഫസലാണോ വേറെ ആരെങ്കിലും ആണോ? ഓക്കെ, പെരിന്തൽമണ്ണ കുറേ കോണ്ടാക്റ്റ് ഉള്ളതാണ്. അത് പറയും വെറുതെ. അത് ഞാൻ ഇനി ഫസലിന്റെ വാപ്പൊക്കെ അയച്ചു കൊടുത്തിട്ട്. ഇതാരാണ് ഈ പാത്തൂന്ന് അടിച്ചത്? ആരാണ്? ഫസലിന്റെ പുതിയ നമ്പറാ? ഓരോ വൈഫിനെ അറിയാം നമ്പർ? അല്ല, അത് വില സീക്രട്ട് റിലേഷൻ അല്ലേ ഈ പാത്തുള്ളത്? ഫസലാണ്, ഉറപ്പാണ് ഫസലാണല്ലേ അത്? ഓക്കെ. ഇതെന്താ നമ്പർ കാണാത്ത? നമ്പർ എങ്ങനെ എടുക്കാം? അങ്ങനെ നമ്പർ എടുത്ത് കാണിച്ചോണ്ടാ. എവിടെ നമ്പർ എവിടെ? നമ്മൾ പിന്നെ ഇങ്ങനത്തെ ക്രിമിനൽ മൈൻഡ് ഇല്ലാത്തതിനെ കൊണ്ട് അറിയില്ല. പക്ഷെ എൻ്റെ കോണ്ടാക്റ്റിലൊന്ന് പോകും പാത്തൂന്ന്. എൻ്റെ കോണ്ടാക്ട് എടുക്കുക, ഒഴിവാക്ക് കോണ്ടാക്റ്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഓൻ ബുദ്ധിയുള്ളവനാ. പാത്തു അടി PA അതാണ്ട്. അതിൽ താഴത്ത് വാട്സപ്പ് നിൽക്ക്, നമ്പർ ഉണ്ടല്ലേ? 226. ഓക്കെ, വാട്സപ്പ് നിൽക്ക്. വാട്സപ്പ് നിൽക്കാൻ പറയുമ്പോൾ കോളല്ല, കട്ടാക്ക്. വാട്സാപ്പ് ചാറ്റ് മെസ്സേജ് ഫസ്റ്റത്തെ നിൽക്ക്. യെസ്, ഓക്കെ. എന്താണ് ഇങ്ങോട്ട് ക്യാമറക്ക് കാണിച്ചു പോവാവേ? എൻ്റെ ആ മുഖം ഒന്ന് കാണട്ടെ. താഴത്തേക്കാക്ക്. എൻ്റെ കൈ കൊണ്ടെന്താ താഴത്തേക്കാക്ക മെസ്സേജൊക്കെ? താഴത്തേക്കാക്കടി മെസ്സേജ്. പൊട്ടം കളിക്കല്ലടി. അയ്യോ, മെല്ലെ മെല്ലെ. ഇതിൽ കാങ്ങണ്ടേ, വായിക്കണ്ടേ? ലൊക്കേഷൻ കഴിച്ചു കൊടുത്തില്ല? അത് എവിടുത്തെ ലൊക്കേഷനാ? ആ മെസ്സേജ് ഇന്ത്യയിലേക്ക് ഫോർവേഡ് ചെയ്യും. ഈ അയച്ച വോയിസ് മെല്ലെ മെല്ലെ. ഈ അയച്ച എല്ലാ വോയിസ് ഇന്ത്യയിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യും. മെല്ലെ താത്ത്. അത് ഒന്ന് നിൽക്ക്, ഫോർവേഡ് ചെയ്യും. നിൽക്ക്. ഓക്കെ. ഇനി താഴത്തേക്ക് ഫോർവേഡ് ചെയ്യല്ലേ? താഴത്തേക്കാക്ക്. അതും മേലേക്കാക്ക്. അതാണ് ലൊക്കേഷൻ്റെ താഴത്ത്. പിന്നെന്താ ഈ HIV ഒക്കെ അയച്ചു കൊടുത്തത്? തിരുവനന്തപുരം കൂടുതൽ HIV ഉണ്ട് പറഞ്ഞിട്ട്. തിരുവനന്തപുരം ഉള്ളതിനെ കൊണ്ടാ? ഓക്കെ, സാരില്ലേ, പോട്ടെ. പേടിയുണ്ടോ ഓക്ക്? ഫോർവേഡ് ചെയ്യും. ആരാണ്? സബി. ഒറ്റ മിനിറ്റ്. സബി മോളെ. ഫോർവേഡ് ചെയ്യും ഇന്ത്യയിലേക്ക്. ഭ്രാന്തൻ. ഇതിൽ കാണട്ടെ വാവേ. ഫോർവേഡ് ചെയ്യും. നിൽക്ക്. വെയിറ്റാക്ക് സെൻഡ് ആവട്ടെ. എവിടേക്ക് വെയിറ്റാക്ക്? എൻ്റെ അടുക്ക്. സബിനോട് വെയിറ്റാക്ക്. എൻ്റെ അടുക്ക്. 1 ടൈം ആയിട്ട് ഡിലീറ്റ്. ഐ മീൻ എവരി വൺ അല്ല, ഡിലീറ്റ് അടിക്ക്. എല്ലാം ഡിലീറ്റ് അടിക്ക്. ഞാൻ പറഞ്ഞുതരാം. താഴത്ത് ഫോർ മീ. മറ്റവള് നീ സബിതെടുക്ക്. ഞാനാണ്. യെസ്, അതങ്ങനെ നമ്മളെ ബന്ധം.
വെയിറ്റ് ആക്കി. പോസ്റ്റ് ഇട്ടാ ആ സബിത അൻഫാസാണ്. ഓളെ കയ്യോടെ പിടിച്ചതാണ്. മെഞ്ഞാന്ന് ഓള് ഫസലിൻ്റെ കൂടെ പോയി കിടുന്നത്. തെളിവ് സഹിതം ഫോണിലെല്ലാ മെസ്സേജും ഉണ്ട്. ഇതുവരെ ഞാൻ തീറ്റി പോറ്റി 43,000 പറ്റിച്ച്. ഇതാ തൊട്ടടുത്ത് ഇരിക്കുന്നു കേട്ടാ. ഇപ്പോൾ ഫസലിൻ്റെ അടുത്തുനിന്ന് 500, 1000 ആയിട്ട് ഇങ്ങനെ പറ്റിച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെ ഇതിൽ വരും. ഫോണിൻ്റെ കയ്യിലാണ്. എത്രമാത്രം അദ്ദേഹം ചെയ്തത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് ചെയ്യല്ലാതെ നിവൃത്തിയില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ പ്രവാസിയായിട്ട് അവിടെ പോയി കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസ നാട്ടിലേക്ക് അയച്ചിട്ട് അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടേതാണ് എന്നും നിങ്ങളുടെ മക്കളെയും നോക്കി സുഖമായിട്ട് ഇവിടെ ജീവിക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് ഈ തിരിച്ചു വരുന്ന സമയത്ത് ഇത്തരത്തിൽപ്പെട്ട വൃത്തികേടുകളെല്ലാം അറിയേണ്ടി വരുന്ന ഏതോ ഒരു ഭർത്താവാട്ടെ, പ്രവാസിയാവണമെന്നൊന്നുമില്ല, നാട്ടിലെ ഭർത്താവായാലും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തിന് നാളെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ വേണ്ടി സാധിക്കുമോ? അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് നടക്കാൻ വേണ്ടി സാധിക്കുമോ? ഇനി അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് നാളെ ഏതാണ് അച്ഛനെ എങ്ങനെയാണ് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റുക? നിങ്ങൾ ഒരു ദിവസം ഫസലിൻ്റെ ഒപ്പം പോയി കിടക്കുന്നു, ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നു. ഏതാണ് എൻ്റെ ഉപ്പ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഉറപ്പിച്ചിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല. ഒരു DNA ടെസ്റ്റ് നടത്തേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽപ്പെട്ട വീഡിയോകളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ കൂടെ നാട്ടുകാരെ അറിയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം. കാരണം ഇത് തെറ്റ് തന്നെയാണ്. ആ സഹോദരി തന്നെ അത് സമ്മതിക്കുന്നുണ്ട്, 100% പറയുന്നുണ്ട്. തെറ്റ് തന്നെയാണ്. ഒരു പ്രാവശ്യം പോയാൽ നമുക്ക് വിചാരിക്കാം അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന്. 1 2 തൃശ്ശൂർ അടക്കം കേരളത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ ലോഡ്ജിലടക്കം പോയിട്ട് റൂം വാടകയ്ക്ക് എടുത്തിട്ട് ആ റൂമിൻ്റെ പൈസ ഇദ്ദേഹം അയച്ചു കൊടുത്ത പൈസയിൽ നിന്ന് പേ ചെയ്തിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ടും അവരോട് എന്തിൻ്റെ പേരിൽ പുറത്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്തരം വൃത്തികെട്ട ഈ കാമക്കണ്ണുകളോട് കൂടി പെരുമാറുന്ന സഹോദരിമാർ തീർച്ചയായിട്ടും ഇതൊരു പാഠമാകണം. നാളെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കിത് സംഭവിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇത്തരത്തിലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം. ഇനി നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങളുടെ ഭർത്താവുമായി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുക. അവരുമായിട്ട് 2 മേശക്കപ്പുറപ്പുറം തിരിഞ്ഞ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പിരിഞ്ഞു പോവുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കാമുകരുമായിട്ട് പോകാം, മറ്റൊരു കല്യാണം കഴിച്ച് പോകാം. ഇതെല്ലാം നമ്മുടെ നിയമ സംവിധാനത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷം ഡിവോഴ്സ് വാങ്ങുക, അതിനുശേഷം നിങ്ങൾ പോവുക. അല്ലാതെ ഒരാളുടെ ഭാര്യയായിരുന്നു കൊണ്ട് അവരുടെ മക്കളുടെ ഉമ്മയായിരുന്നു കൊണ്ട് മറ്റൊരുത്തൻ്റെ കൂടെ കിടപ്പറ പങ്കിടാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത് അതിനെ വേശ്യകൾ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞതും, അദ്ദേഹം ഉപയോഗിച്ച വാക്കും അത് തന്നെയാണ്. വെടി എന്നാണ് നമ്മുടെ മലയാളത്തിലൊക്കെ നമ്മൾ പറയുക. അത്തരത്തിൽപ്പെട്ട പെൺകുട്ടികളെ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ തീർച്ചയായിട്ടും സ്ത്രീകളെ പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ഞാൻ പറയുമ്പോൾ ഇങ്ങനെ എക്സ്പോസ് ചെയ്യുക തന്നെ ചെയ്യണം. അവരുടെ ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവർക്ക് സമൂഹത്തിൽ വിലയും അതുപോലെ തന്നെ ഇതും ഉള്ളതുപോലെ തന്നെ ഇദ്ദേഹത്തിനും ഇവരുടെ ഭർത്താക്കന്മാർക്കും ഇതുണ്ട് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മക്കളും. അവരുടെ ഒരു ഭാവി, അവരുടെ ഒരു ജീവിതം അതൊന്നും ചിന്തിക്കാതെ അപ്പോൾ കിട്ടുന്ന സുഖത്തിന് എടുത്തു ചാടിപ്പോകുന്ന സ്ത്രീകൾക്ക് ഇതൊക്കെ ഒരു പാഠമാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. കാരണം നമ്മുടെ സമൂഹത്തിൽ എനിക്കൊരു സഹോദരി ഒരു കമൻ്റ് അയച്ചു. കാരണം അവർ പറയുകയാണ്, ഞാനും ഒരു ആളുമായിട്ട് സ്നേഹത്തിലായിരുന്നു, അദ്ദേഹമായിട്ട് കല്യാണം ആലോചിച്ച് ഒളിച്ചോടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽപ്പെട്ട വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടത്. അതിനുശേഷം ആ സഹോദരി ഒരു തീരുമാനമെടുത്തിട്ട് അവസാനം അവരുടെ തന്നെ അമ്മയോട് പറയുകയാണ്, ഞാളിങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ട്, കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്, അച്ഛനോട് ഏതായാലും ഇത് പറയണ്ട എന്ന് പറയുന്നു. അപ്പോൾ മകൾ ഒളിച്ചോടി പോകണ്ട, ഞാൻ ഏതായാലും അച്ഛനെയെല്ലാം കൂട്ടിയിട്ട് കാര്യങ്ങളൊന്ന് പോയിട്ട് അവിടെ പോയി സംസാരിച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് കല്യാണം കഴിച്ച് പറഞ്ഞയച്ച് തരാമെന്ന് പറഞ്ഞ് അവിടെ പോയ സമയത്താണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ കല്യാണമെല്ലാം ഉറപ്പിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അവർ തന്നെ ഇവരോട് പറയുകയാണ്, എൻ്റെ മകൻ്റെ കല്യാണം ഇത്രാം മാസം ഇത്രാം ദിവസം ഇന്ന ആളുമായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ സഹോദരി പൊട്ടി തകർന്നു പോയി എന്നുള്ളതാണ്. ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ വീഡിയോകളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്ത് കാണുമെന്ന് ഞാൻ പറയുന്നത്. ഒരാളുടെ ജീവിതം അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി നിങ്ങളെത്താൻ ഒളിച്ചോടാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്കൊരു പാഠമാകണം. ഇങ്ങനെ പോകുന്ന ഒരു ജീവിതവും തീർച്ചയായിട്ടും 90% ജീവിതവും പരാജയപ്പെട്ട ചരിത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇത്തരത്തിൽപ്പെട്ട 2 3 കെട്ടിയവന്മാരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന സഹോദരിമാർ 100% പരാജയമായിരിക്കും ജീവിതം. അവസാനം നിങ്ങൾക്കത് അവസാനിപ്പിക്കേണ്ട ഒരവസ്ഥയും വരും. കാരണം പൊതുജനങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടി പറ്റില്ല, നിങ്ങളുടെ മക്കളുടെ മുഖത്ത് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റില്ല, നിങ്ങളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്ത് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അത് വരുത്താതിരിക്കണമെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഭർത്താവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല, അവരുടെ കുടുംബക്കാരുമായി പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി പറ്റുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുക. അതിനുശേഷം നിങ്ങളുടെ ഡിവോഴ്സിന് അപ്രോച്ച് ചെയ്യുക. അതുപോലെ തന്നെ മഹലുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വിവാഹമോചനം നേടാം. അങ്ങനെ നേടിയതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു
വരനെ നിങ്ങൾ കണ്ടെത്തിയിട്ട് കല്യാണം കഴിക്കുക. അല്ലാതെ 2-3 മക്കളുള്ള അപ്പുറത്തെ മറ്റൊരു സഹോദരിയെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ആ മക്കളെ വയ്യാതാരമാക്കിയിട്ട് അവിടുത്തെ കുട്ടികൾക്ക് മുപ്പയില്ലാത്ത അവസ്ഥയാവുക, ഇവിടുത്തെ കുട്ടികൾക്ക് മുപ്പയില്ലാത്ത അവസ്ഥയാവുക. ആദ്യം ചക്കര തേങ്ങ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒപ്പരയാവും. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരാതിരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. വീഡിയോ ഷെയർ ചെയ്ത് കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.